ഗായ്സ് ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ സിംഗപ്പൂർ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം പാണ്ടനെ കാണാൻ വന്നിട്ട് പറ്റിക്കപ്പെട്ടു ഗൈസ്. സൂ ഇതല്ല വേറെ സൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ പറ്റിച്ചു. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ പാണ്ഡെ കണ്ടിട്ടേ അടങ്ങുള്ളൂ എന്ന് പറഞ്ഞ് പാണ്ഡനെ കണ്ടിട്ടാണ് കേട്ടോ പോകുന്നത്. ഗായ്സ് ഫൈനലി നമ്മൾ പാണ്ഡയെ കാണാൻ വേണ്ടി എത്തി. പക്ഷേ റിവർ വണ്ടേഴ്സ് എന്നാണ് കൊടുത്തേക്കണേ. റിവർ വണ്ടേഴ്സ് ആണെങ്കിൽ നമ്മൾ വിചാരിക്കും ഇത് എന്താ പറയുക സീ വേൾഡ് ആയിരിക്കുമെന്ന്, അതായത് കൂടുതലും മീനും കാര്യങ്ങളൊക്കെയാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവിടെയാണ് പാണ്ഡ ഉള്ളത്. അതിൻ്റെ മാപ്പ് നമ്മളോട് കാണാൻ പറ്റും. ഇതാണ് മാപ്പ്. നമ്മളിവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ ഒരുപാട് കറങ്ങി ഏറ്റവും അറ്റത്താണ് പാണ്ഡ വെച്ചേക്കണേ. പാണ്ഡയെ കാണുന്നത് നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഓക്കെ ഗൈസ്, ഇതാണ് ഇതിൻ്റെ എൻട്രി ആണ് ഈ കാണുന്നത്. ഇതിൽ കുറച്ച് ആൾക്കാർ തിരിച്ചു വരുന്നുണ്ട്. അത് അവിടെ നിന്ന് പോയ ആൾക്കാർ ഇങ്ങനെ വരുന്നതായിക്കോളാം. നമ്മൾ ഇതിലേ പോയിട്ട് അതിലേ ഇറങ്ങി വരും. ജൈൻറ്റ് റിവർ ഓട്ടർ ഉണ്ടല്ല, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതിപ്പോൾ ആക്ച്വലി സൂവിൻ്റെ തന്നെ ഒരു പോർഷൻ തന്നെ ആയതുകൊണ്ടാണ് കേട്ടോ. നമുക്ക് രണ്ടും കൂടെ കാണാൻ പറ്റും. മരം കാണാൻ പറ്റുന്ന പറഞ്ഞാൽ കണ്ടു നോക്കാം. ഇത് കണ്ടല്ലോ ഗൈസ്, ക്രോക്കഡൈലൊക്കെ ഉണ്ട്. ഇതാണ് നമ്മൾ ദൂരോട്ട് പോണ വഴി. ഗൈസ് ഇതാണ് വേഴാമ്പൽ. നമ്മുടെ നാട്ടിലെ വേഴാമ്പൽ പോലെ അല്ല, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ വേഴാമ്പലാണ്. ഇത് ഏത് രാജ്യക്കാരനാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. കണ്ടല്ല, ഇത് അവിടെ അടുത്ത് നിൽക്കുന്നുണ്ട്. രണ്ടുപേരുണ്ട്. മാർക്ക് കൊടുത്തേക്കണത് ഇത് കണ്ടല്ലോ. ഇത് പൊന്മാനായിരുന്നെങ്കിൽ ഈ മീനൊക്കെ കുശാലായാനെ. പക്ഷെ ഇവന്മാർക്ക് ഇത് മീൻ അത്ര ആവശ്യമില്ലാത്തതുകൊണ്ട് ഈ മീനൊക്കെ ഇതേപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കണത് കേട്ടോ. അതായത് താഴത്ത് ഇങ്ങനെ ഒരു കുളം പോലെ, ഇതാ മുകളിൽ ഇവന്മാർക്ക് ഇതായി ഒരു കാട്, ഒരു ഫീലിംഗ്. അടിപൊളി, രക്ഷയില്ല. നൈസ് വ്യൂ. ജീവിതത്തിൽ ഇതുവരെ കാണാത്തൊരു ഫിഷാണ് ഈ താഴത്ത് കിടന്ന്. ഇത് കരിമീൻ പോലത്തെ അല്ല കേട്ടോ. ഇവനാണ് എലിഫന്റ് ഫിഷ് എന്നാണ് ഇവന്മാരുടെ പേര്. ഇവൻ ആഫ്രിക്കക്കാരനാണ് കേട്ടോ. ഈ ആഫ്രിക്കയിലെ മീനൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മുടെ നാട്ടിലെ പിലോപ്പി ഇല്ലേ, അതുപോലത്തെ കുറച്ച് മീനെ കാണാൻ പറ്റും കേട്ടോ. നോക്കി, കറക്റ്റ് പിലോപ്പിനെ പോലെ ഇല്ലേ. ഹെവി ചില്ലറ മീനല്ല, നല്ല വലിപ്പമാണ്. കാണിച്ചു തരാം. എന്താ കണ്ടല്ല, ഈ വലിപ്പമുണ്ട്. അതിൻ്റെ നല്ല വലിപ്പമുണ്ട്. ഇവൻ എലിഫന്റ് ഫിഷ് കാറ്റഗറി തന്നെ വരുന്നതാണ്. ആഫ്രിക്കക്കാരനാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ഒരുത്തം പോകുന്നുണ്ട്. അവൻ്റെ പേര് നമുക്കറിയാൻ പാടില്ല. അവിടെ വെച്ചിട്ടുണ്ട്, പേരെല്ലാത്തിൻ്റെയും പേര് വെച്ചിട്ടുണ്ട്. എലിഫന്റ് ഫിഷിന് തന്നെ വേറൊരു വേർഷൻ ആട്ടാണ്. പല കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. വലിയൊരു അക്വേറിയമാണ്. അതെ, വേറെ കണ്ടല്ലോ. അതെ നോക്കിയേ, അടിപൊളി അടിപൊളി. അവർ രക്ഷയില്ല. ഇവനൊക്കെ പേരെന്താണെന്ന് നമുക്ക് വായി പറയാൻ പറ്റില്ല ഗൈസ്. എനിക്ക് അതാണ്, ഞാൻ പേര് വായിക്കുന്നുണ്ട്. ഇതിന്റെ പേര് നൈൽ ബിച്ചിർ എന്നാണ് ഇവന്റെ പേര് കേട്ടോ. നൈൽ ബിച്ചിർ കണ്ടല്ലോ. വാവ്, നൈസ്. ഭയങ്കര ഭംഗിയായിട്ട് അക്വേറിയം അറേഞ്ച് ചെയ്തേക്കണം കണ്ടോ. എന്ത് വലിയ അക്വേറിയം നോക്കിയേ, അടിപൊളിയാണ് കേട്ടോ. ഇവിടെ അതിന്റെ തന്നെ അതെ ജയന്റ് പിരാന പോലത്തെ ഒരു ഫിഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടല്ല, ഈ കോർണറിലെ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇവനെ ഒരു പിരാന ലുക്കാണ്. പക്ഷെ അതിന്റെ പേര് ഞാൻ വായിച്ചില്ല ഗൈസ്. ഐ എം റിയലി സോറി. ഇതിന്റെ പേരറിയില്ല. പേര് അറിഞ്ഞിട്ട് വല്ല കാര്യമൊന്നുമില്ല. നമ്മൾ ഓർത്ത് വെക്കാനൊന്നും പോണില്ലല്ലോ. ഇതൊക്കെ കാണുക, എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടല്ല, ഇമാര് പൊതുവേ ശാന്ത സ്വരൂപനാണ് തോന്നുന്നത്. പക്ഷെ എൻ്റെ ഈ മൂക്കിന്റെ അടുത്ത മുള്ളു കൊണ്ടുണ്ടെങ്കിൽ എപ്പോൾ ഡെഡായെന്ന് വെച്ചാൽ മതി. കണ്ടിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ കൂരിയുടെയും കാരിയുടെയൊക്കെ ഇത് കൊണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും, അതുപോലെ ഇരിക്കും കേട്ടോ. ഗായ്സ് നിങ്ങൾ ഈ കാണുന്നതാണ് അറ്റ്ലാന്റിക് ടാർപോൺ. ഹെവി എന്നൊക്കെ പറഞ്ഞാൽ വൺ ഹെവി. വലിയൊരു ടാങ്കിലാണ് നമ്മൾ ഇട്ടേക്കണേ. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്ര ലോങ് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. കണ്ട, ഇത്ര വലിയൊരു ടാങ്കിലാണ് നമ്മൾ ഇട്ടേക്കണേ. വൻ വലിപ്പമുണ്ട് കേട്ടോ. ഒരുത്തിനൊരു ചിലപ്പോൾ മിക്കവാറും ഒരു 3 കിലോ ഉണ്ടാവും. എനിക്കറിയില്ല, ഒരു 5 കിലോയിൽ ഉണ്ടായിരിക്കും. അത്ര നല്ല സൈസാണ്. കണ്ടല്ല, ഹെവി സൈസ് മീനാണ്. ഒരു രക്ഷയില്ല, വൻ സൈസ്. ഗായ്സ് നിങ്ങൾ ഈ കാണുന്ന മീനെല്ലാം ആഫ്രിക്കക്കാരാണ്. നമ്മുടെ നാട്ടിലൊന്നും അല്ല ഇന്ത്യയിലൊന്നും കാണാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഫിഷസ് ആണ് ഇതെല്ലാം ആഫ്രിക്കൻ ടീംസ് ആണ്. എല്ലാം ആഫ്രിക്കൻ ടീംസ് ആണ്. ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന കുറച്ച് ഫിഷസിനെല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് തന്നെയാണ്. കണ്ടല്ല, വലിയൊരു ടാങ്കാണ്. കുഞ്ഞു ടാങ്കൊന്നുമല്ല, നല്ല വലിയൊരു ടാങ്കാണ്. കണ്ടല്ല ഗായ്സ്, നിങ്ങൾ വിചാരിക്കുന്നത് കരിമീനാണെന്ന്. ഇത് കരിമീനല്ല ഗൈസ്. കരിമീൻ്റെ വേറൊരു വേർഷൻ ആണ്. ഇതിനും വന്നിട്ട് ആഫ്രിക്കക്കാരനാണ് കേട്ടോ. മോസ്റ്റ് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ്ലി ആഫ്രിക്കൻ ഫിഷസ് ആണ്. നിങ്ങൾ വിചാരിക്കും ഇത് കരിമീനാണെന്ന്. കണ്ട കരിമീൻ പോലെ തോന്നും, പക്ഷെ കരിമീനല്ല ഗൈസ്. എൻ്റെ മോനെ അവൻ്റെ പല്ല് കണ്ടോ നിങ്ങൾ? ഒരു കട കിട്ടിക്കഴിഞ്ഞാൽ തീർന്നിട്ടാ. നോക്കി, പല്ല് നോക്കൂ ഗൈസ്, പല്ല് നോക്കൂ. മീനിന്റെ പല്ല് നിങ്ങൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? എൻ്റെ മോനെ പല്ല് കണ്ടല്ല. ഓ, ഈ ടാങ്ക് കംപ്ലീറ്റ് ഇങ്ങനെ കരിമീൻ പോലെ കുറേ മീനുണ്ട്. അറ്റാക്കിംഗ് മോഡാണ്. അവൻ അറ്റാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച്. കണ്ടല്ല ഗൈസ്, ഈ മീനെ കണ്ട കാളാഞ്ചി പോലെ ഇല്ലേ, നമ്മുടെ നാട്ടിലെ കാളാഞ്ചി, നമ്മുടെ പുഴമീൻ കാളാഞ്ചി. നോക്കിയേ, ഏകദേശം അതുപോലെ ഇല്ലേ ഗായ്സ്. നമ്മൾ സിംഗപ്പൂർ എത്തി. ഇന്ത്യയിലെ കുറച്ച് സാധനങ്ങൾ കാണാൻ പോവാണ്ട. കണ്ടു നോക്കാം ഇന്ത്യയിൽ എന്തൊക്കെ ആയിട്ടാണ് ഇവന്മാരിവിടെ ഡിസ്പ്ലേ കൊടുത്തേക്കണെന്ന് നോക്കാം. നമ്മുടെ
ഗംഗ നദിയുടെയും കുറച്ച് മറ്റേ രാമേശ്വരം എന്താണ് എന്നെ പറയാ ഇന്ത്യൻ ഡോൾഫിൻസ് ചിലപ്പോൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഗംഗ ഡോൾഫിൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ കണ്ടല്ലോ ഗൈസ്, ഇവിടെ നമ്മുടെ ഇന്ത്യൻ മുതല കിടപ്പുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റൂല, ഞാൻ സൂം ചെയ്ത് അവൻ്റെ ഫേസിൻ്റെ ഒരു പോർഷൻ മാത്രം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഈ വെള്ളത്തിൻ്റെ അടിയിൽ കൂടി സൂം ചെയ്ത് നോക്കി, കാണാൻ പറ്റുന്നില്ല ഗൈസ്. ഇതേ വെള്ളത്തിൻ്റെ കുറച്ച് അടിയിലെ പോർഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഹെവി സാധനമാണ്, നല്ല ജിമിട്ട് സാധനം. വെള്ളം കലങ്ങിയത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. കണ്ടല്ല, ബോഡി എനിക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ തലയുടെ പോർഷനാണ് ഞാൻ നിൽക്കുന്നത് ഈ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നത് കാണുന്നത്. കണ്ടല്ലോ, തലയുടെ പോർഷനിൽ കാണുന്നത് കണ്ടല്ലോ ഗൈസ്. ഫൈനലി നമ്മൾ കണ്ടു ഗൈസ്. അവൻ്റെ മൂവ്മെന്റ് കണ്ടല്ലോ, വെള്ളത്തിന്റെ അടിയിൽ അവൻ്റെ മൂവ്മെന്റ് കാണാൻ പറ്റുമെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. നോക്കിയേ ഗൈസ്, ഇതാണ് സാധനം. നോക്കിയേ, അവൻ്റെ വലിയൊരു ഹെവി സാധനമാണ്. ചില്ലറ വലുപ്പമല്ല അവന്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു ജയന്റ് കൊണ്ടാണ് ഇവൻ്റെ ബാക്കി വാലിൻ്റെ മേളിൽ കാണാട്ടത്. ഓക്കെ നോക്കിയേ. ഓ ഗൈസ്, നമ്മുടെ ഇന്ത്യൻ നദിയിൽ ഇങ്ങനത്തെ ഒരു മീനുണ്ടോ? നോക്കി, ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. റൈറ്റ് മീനാണ്, ഇത് രക്ഷയില്ല, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. ഇന്ത്യൻ നദികളിൽ കണ്ടുവരുന്ന മീനെന്ന് പറഞ്ഞ് കാണിക്കുന്ന മീനാണ്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, എന്ത് മീനാണെന്ന് അറിയില്ല കേട്ടോ ഗൈസ്, സത്യം. ഗൈസ്, റിവർ വണ്ടേഴ്സ് എന്നാണ് പേരെങ്കിലും ശരിക്കും നമുക്കൊരു കാട്ടില് റിവറിൽ വന്ന ഫീലിംഗ് ആണ്. ഒരു പോണ്ടിലൊക്കെ പോയൊരു ഫീലിംഗ് ആണ്. പോണ്ട് അല്ലേ? നോക്കിയേ, ഭയങ്കര ഭംഗിയല്ലേ ഗൈസ്. നിങ്ങൾക്കൊരു ട്രീ കാണാൻ പറ്റും. ഈ ട്രീയുടെ വേര് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നോക്കി, വെള്ളത്തിലാണ് ഇതിൻ്റെ വേര് കാണുന്നത്. ആ കാണുന്ന മീനാണ് ആക്ച്വലി എന്ത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഓസ്ട്രേലിയൻ പേരെന്താണ്? ലങ് ഫിഷ്. ഇതാണ് ഓസ്ട്രേലിയൻ ലങ് ഫിഷ്. നിങ്ങൾക്ക് താഴത്ത് കാണാൻ പറ്റും. ഓസ്ട്രേലിയൻ ലങ് ഫിഷ് ആണ് ബോട്ടത്തിൽ കാണുന്നത്. വളരെ ഹെവിയ സാധനമാണ്. ദ ബിഗ് വൺ, രണ്ടും ബിഗ് ആണ്, നല്ല ബിഗ് ആണ് ഗായ്സ്. ഹോഴ്സ് ഷൂ ക്രാബ് എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഹോഴ്സ് ഷൂ ക്രാബ് ആണ്, വേറെ എന്തെങ്കിലും ക്രാബ് ആണെന്ന് നമുക്കറിയില്ല. സോറി, ജീവനുണ്ടാ ജീവനില്ലെന്ന് അറിയില്ല. പേര് വന്നിട്ട് ഹോഴ്സ് ഷൂ ക്രാബ് എന്നാണ്. അതാ രണ്ടുപേരും ഇവിടെ കിടപ്പുണ്ട്, റെസ്റ്റ് എടുത്ത്. ഒരുത്തം കമഴ്ന്നും ഒരുത്തം മലന്നും കിടക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. നോക്കിയേ, കടിക്കൂലെന്നറിയാൻ പാടില്ല, ഒരു അനക്കമില്ല. ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കുറച്ചും കൂടെ ഉണ്ട്, ഭയങ്കര ലെങ്ത് ആയി പോവും എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ബാക്കി പോർഷൻസ് ഒക്കെ ഓരോരോ പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ മുന്നത്തെ വീഡിയോസിന് കിട്ടിയ അതേ സ്വീകാര്യത ഈ വീഡിയോയിനും തരണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.